സൈനസൈറ്റിസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണയുണ്ടാവും. എന്നാൽ എന്താണ് ഈ സൈനസ്, എവിടെയാണതുള്ളത്, എത്ര എണ്ണമുണ്ട് മുതലായ കാര്യങ്ങൾ പലർക്കും അറിയില്ല. നമുക്കതിനെക്കുറിച്ച് നോക്കാം. സൈനസുകൾ എന്നാൽ പൊള്ളയായ അറ എന്നാണ് അർത്ഥം വരുന്നത്. എവിടെയാണതുള്ളത്? തലയോട്ടിയിലാണതുള്ളത്. 22 അസ്ഥികൾ ചേരുന്നതാണ് നമ്മുടെ തലയോട്ടി എന്ന് പറയുന്നത്. നമ്മുടെ തലയോട്ടിയുടെ മുൻഭാഗത്തെ അസ്ഥികളുടെ ഭാരം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് അസ്ഥികളിൽ ഈ സൈനസ് ഉള്ളത്. ഉദാഹരണം, ഈ തലയോട്ടിലോട്ട് നോക്കൂ. പുരുകത്തിൻ്റെ കോർണർ ഭാഗത്തായിട്ട് കാണുന്ന മുഴപ്പാണ് ഫ്രണ്ടൽ സൈനസിൻ്റെ ഏരിയ. ഈ ഫ്രണ്ടൽ സൈനസിൻ്റെ ഏരിയ നമ്മളൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ തലയോട്ടി ഏകദേശം ഇങ്ങനെയുണ്ടാവും. അത് ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ടൽ സൈനസ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. സൈനസുകൾ വലത്തും ഇടത്തുമായിട്ട് 4 ജോഡികളുണ്ട്. പുരുകത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഫ്രണ്ടൽ സൈനസ് 2 എണ്ണമുണ്ട്. 2 കണ്ണിൻ്റെയും മൂക്കിൻ്റെയും കോർണറിലായിട്ട് 2 എത്മോയിഡ് സൈനസുകളുണ്ട്. 2 കണ്ണിൻ്റെയും താഴെ അതുപോലെ മൂക്കിൻ്റെ ഇരുവശത്തായിട്ട് 2 മാക്സിലറി സൈനസ് ഉണ്ട്. മൂക്കിൻ്റെ പുറകിലായിട്ട് 2 സ്ഫിനോയിഡ് സൈനസുമുണ്ട്. ഓരോ സൈനസുകൾക്കും 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു പൊള്ളയായ ക്യാവിറ്റി. 2, അതിൽ നിറയുന്ന കഫങ്ങളെല്ലാം ഒഴുകി പുറത്തു പോകാൻ വേണ്ടി വെറും 2 mm മാത്രം ഗ്യാപ്പുള്ള ഒരു ദ്വാരം, ഓസ്റ്റിയം എന്ന് വിളിക്കും. ഈ 8 സൈനസുകളും തൻ്റെ ദ്വാരം തുറക്കുന്നത് ഈ മൂക്കിൻ്റെ ക്യാവിറ്റിയിലോട്ടാണ്. സൈനസൈറ്റിസിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ദ്വാരം അടഞ്ഞു പോകുന്നതാണ്. എല്ലാത്തരം സൈനസൈറ്റിസിനും മൂക്കടപ്പിനും വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ് നെയ്സൽ സലൈൻ റിൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നെയ്സൽ സലൈൻ റിൻസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക.